ഇന്നത്തെ കാഴ്ചയിൽ പ്രേക്ഷകർക്കായിട്ട് കാഴ്ചവെക്കുന്നത് വിളപ്പിശാലയിൽ നിന്നും 2 കിലോമീറ്റർ മാറി ശാസ്താംപാറ ധർമ്മശാസ്ത്ര ക്ഷേത്രമാണ്. വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞ ഈ മനോഹരമായ ക്ഷേത്രം ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. ക്ഷേത്രത്തിലേക്കുള്ള വഴിയാണ്, തുടക്കത്തിലുള്ള വഴിയാണിത്. പടിക്കെട്ടുകൾ ഒത്തിരിയുണ്ട്, കയറാൻ കുറച്ച് പ്രയാസമാണ്. എന്നാലും കുഴപ്പമില്ലാതെ നമുക്ക് മുകളിലെത്താനായിട്ട് കഴിയുന്നുണ്ട്. ഇരുവശങ്ങളും പാറകളും റബ്ബർ മരങ്ങളൊക്കെ കൊണ്ട് വളരെ മനോഹരമായിരിക്കുന്നു. വളരെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ഇപ്പോൾ അതിനെ പുനരുദ്ധരിച്ച് കഴിഞ്ഞു. പുതിയ ക്ഷേത്രമൊക്കെ കെട്ടിയിട്ടുണ്ട്. പടിക്കെട്ടുകൾ ഒത്തിരി ഉണ്ട്, വീണ്ടും കയറാനുണ്ട്. ഇത്രയും പാടാണ്. എന്നാലും നമുക്ക് കാണാനുള്ള ആകാംക്ഷ കൊണ്ട് നമുക്ക് വളരെ രസകരമായിട്ട് മുന്നോട്ട് നടന്ന് നീങ്ങാൻ പറ്റുന്നുണ്ട്. കാഴ്ചകളും കൊള്ളാം. മൊത്തം പാറ കൂട്ടങ്ങളാണ്. ഏകദേശം നമ്മൾ ക്ഷേത്രത്തിൻ്റെ പടിവാതിൽക്കൽ എത്തിയിട്ടുണ്ട്. ക്ഷേത്രം കാണാം. ഇനിയും ക്ഷേത്രത്തിന് പണികൾ ബാക്കിയുണ്ടെന്നാണ് അവിടുത്തെ രക്ഷാധികാരി പറയുന്നത്. രാവിലത്തെ പൂജയൊക്കെ കഴിഞ്ഞു. നട അടച്ചതിന് ശേഷമാണ് ഞാൻ ഈ അമ്പലത്തിലേക്ക് അമ്പലം കാണാനായിട്ട് പോകുന്നത്. ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം നമ്മൾ എത്തിക്കഴിഞ്ഞു. മനോഹരമായ കാഴ്ചകളാണ് ചുറ്റും. വിശാലമായ പാറയുടെ മുകൾ പരപ്പും നല്ല കുളിർമയേറിയ കാറ്റും എല്ലാം കൊണ്ടും പ്രകൃതി രമണീയമായ ഒരു ക്ഷേത്രം തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. വിളപ്പിശാല ജംഗ്ഷനിൽ നിന്നും 2 കിലോമീറ്റർ മാറി ശാസ്താംപാറ എന്നറിയപ്പെടുന്ന ടൂറിസ്റ്റ് വില്ലേജിൻ്റെ തൊട്ടടുത്തുള്ള ക്ഷേത്രമാണ് ഈ അയ്യപ്പ ക്ഷേത്രം. ശനി ഞായറുമാണ് ഇവിടെ വിശേഷാൽ പൂജ നടക്കുന്നത്. ഒത്തിരി പേര് പുറത്തുനിന്നും ഈ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ടെന്നാണ് ഇവിടുത്തെ രക്ഷാധികാരി പറയുന്നത്.